ഓ താങ്ക് യു ഡാഡി, താങ്ക് യു. മനു ഡാമി പ്രസവിച്ചടാ, 5 മക്കളാണോ? പട്ടി പറ്റിയതിന് ഇത്ര സന്തോഷോ? ശരിക്കും നീയാണ് നിങ്ങളുടെ അച്ഛൻ. മാറിക്കടാ, നിന്നെ ഞാനിപ്പോ തെറി വിളിക്കാത്ത, ഞാനിപ്പോ ഹാപ്പി ആയോണ്ടാ. നീ എന്ത് വർത്താനോ പറയണം? വിട്ടേള ചൂടി, എന്തായാലും തലക്കുഞ്ഞ് എനിക്ക് ഒരു 45,000 രൂപ ഇങ്ങനെ എണ്ണി തന്നിട്ട് തലക്കുഞ്ഞിനെ തലതിരിഞ്ഞ കുഞ്ഞിനെ എന്തിനാന്ന് വെച്ചാൽ നീ എടുത്തു. 45,000 രൂപ മേടിക്കണ എന്താ ചാമ്പ്യന്റെ കുഞ്ഞ? ഞാൻ അവളെ ചാമ്പ്യനെ പോലെ വളർത്തിയത്. ആഴ്ച ഒരു ദിവസം ഞാൻ അവൾക്ക് ചാമ്പൊക്കെ കൊടുക്കാറുണ്ടായി. കുറച്ച് മുന്തിരി കൊടുക്കാറുന്നില്ലേ? പട്ടി തട്ടിപ്പോവാനാ? എടാ ഞാൻ 5,000 രൂപ മേടിച്ച പട്ടിയാണ്. വെറുതെ അല്ല, പിക്കുൾ എന്ന് പറഞ്ഞാൽ എനിക്കൊരു പേടി സ്വപ്നം വരുന്നു. നിന്റെ പട്ടീനെ കണ്ട് എനിക്ക് ഇക്കിളിയാവന്നെ. ഞാൻ അവളെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് വളർത്തി, അല്ലെങ്കിൽ അവള് നിന്റെ പൊക്കിളടിച്ച് ഇക്കിളി മാറ്റിയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. 5,000 രൂപ തള്ളനെ മേടിച്ചത്. 6,000 രൂപ എനിക്കൊരു കുഞ്ഞ്. 6,000 രൂപയ്ക്ക് ഞാൻ നിനക്ക് എന്റെ നാടൻ പട്ടീനെ തരാം. എടാ ഡാമി നല്ല ബുദ്ധിയുള്ള പട്ടിയാണ്. എന്റെ കുഞ്ഞുങ്ങൾക്ക് അത്രയും ബുദ്ധി ഉണ്ടാവും. ഇതുവരെ അവളെ സ്റ്റഡി ചെയ്യാൻ പോലും അവളെ 5 പൈസ ചെലവ് എനിക്ക് വരുത്തി വെച്ചിട്ടില്ല. അതെന്താ? അവള് മതിലയാടി പോയി അപ്പുറത്തെ വീട്ടിലെ ഡോബർമാനായിട്ട് അവിടെ ക്രോസ് ആയത്. വെടക്ക് പട്ടി. അതിന്റെ കുഞ്ഞിനാണ് 45,000 രൂപ. പിറ്റ്ബുള്ളും ഡോബർമാനും കൂടി ക്രോസ് ആയ കുഞ്ഞിനെ കാണാൻ കാനേക്കോസിന്റെ കുഞ്ഞിനെ പോലെ ഇരിക്കും. നല്ല കാശ് മേടിക്കാം. ദിസ് ഈസ് ബിസിനസ്. നീ മിക്കവാറും നാട്ടാറടി കൊണ്ട് മെഴുകും. കാനേക്കോസിനൊക്കെ മേടിക്കാൻ പറ്റുമ്പോൾ എന്താ പൊട്ടന്മാരാ? എന്റെ പപ്പീസിനെ വിൽക്കാൻ പറ്റിയ പൊട്ടന്മാരെ എനിക്കറിയാം. പട്ടിക്കുഞ്ഞ് വലുതാവാൻ മാസങ്ങൾ എടുക്കും. ആ സമയം മതി എനിക്ക് ഹൈദരാബാദിലെത്താൻ. പിന്നെ ആർക്കും എന്നെ കണ്ടുപിടിക്കാൻ പറ്റൂല. ഇത് ചതി. സത്യം പറഞ്ഞല്ലേ പട്ടി മാഫിയ. ഞാൻ പോണു. എനിക്ക് പപ്പി മിൽക്ക് പൗഡറും പപ്പി സെർലാക്കും പപ്പി സ്റ്റാർട്ടർ ഫുഡും മേടിക്കാൻ ടൈമായി. അതിനതൊക്കെ ഒരു മാസം കഴിഞ്ഞാൽ പട്ടിക്കുഞ്ഞിന് കൊടുക്കണ്ട്. എന്റെ വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ട്, ഞാൻ അതിൽ വെച്ചേക്കാം. ചീത്തയാവൂല. ഞാൻ പോണു. ശരിക്കും ഇവൻ തന്നെയാണ് പട്ടി മാഫിയ. എന്നിട്ട് പോക്ക് കണ്ടറിയാൻ പാടില്ലേ? പണ്ട് ബിസ്ക്കറ്റ് കച്ചവടമായിരുന്നു.